ഇനി എത്ര നരച്ച മുടിയാണേലും നമുക്ക് പെട്ടെന്ന് തന്നെ നിറം മാറ്റാനും മുടി നല്ല രീതിയിൽ തന്നെ കിളുക്കാനും സഹായിക്കുന്ന അടിപൊളി ടിപ്പാണിത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഈ ഇല മാത്രം മതി നമുക്ക് നമ്മുടെ നരച്ച മുടീനെ കട്ടക്കറുപ്പാക്കാൻ, അതുപോലെ തന്നെ മുടി ആർത്ത് വളരാനും സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയാണ് ഇതിൻ്റെ മെയിൻ താരം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിച്ച് പോകാതെ ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് പോകും. ആയിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് നമുക്ക് ഒരു പിടി കറിവേപ്പില എടുക്കാം. ഉണങ്ങിയ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് നമ്മളൊരു കുപ്പിയിലാക്കി വെച്ചിട്ട് നമുക്ക് എത്ര നാൾ വേണേലും ഉപയോഗിക്കാം കേട്ടോ. അതാണേലും മതി. അതിലേക്ക് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയാണ്. മഞ്ഞൾ പൊടി നമ്മുടെ മുടിക്ക് നല്ലതാണ്. നല്ല നാച്ചുറലായിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കുന്നത് വേണം. പാക്കറ്റ് മഞ്ഞൾ പൊടി എടുക്കരുത്. എന്നിട്ട് അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ കരിഞ്ജീരകം കൂടി എടുക്കണം. കരിഞ്ജീരകം കൂടി എടുത്തിട്ട് നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം, കരിച്ച് പൊടിച്ചെടുക്കണം. ഒരുപാട് കരിഞ്ഞ് പോകണ്ട. ഇത് അതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒന്ന് കരിച്ച് നമുക്ക് എടുക്കാം. കത്തിച്ച് കരിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതേ രീതിയിൽ ഒന്നാക്കിയെടുക്കണം. ഇത് നമുക്ക് മുടിക്ക് വളരെ നല്ലതാണ്. നമ്മുടെ മുടി നല്ല രീതിയിൽ തന്നെ വളരാൻ സഹായിക്കുന്നു, ഡാൻഡ്രഫ് പോകാൻ സഹായിക്കുന്നു. മുടിയുടെ അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. നമ്മൾ കെമിക്കൽ അടിക്കുന്ന പോലെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുടി വളരാനും അതുപോലെ തന്നെ മുടി കറുക്കാനും സഹായിക്കുന്നതാണ് ഇത്. അപ്പോൾ നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് ചിലരുടെ മുടിയിൽ പെട്ടെന്ന് പിടിക്കും, ചിലരുടെ മുടിക്ക് ചില വ്യത്യാസങ്ങളുള്ളത് കാരണം ചിലപ്പോൾ പിന്നെ പതുക്കെ അത് പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മുടിയിലേക്ക് ഒരു പഞ്ഞി പോലത്തെ ഒക്കെ മുടി കാണുമല്ലോ, ചെറിയ കട്ടി കുറഞ്ഞ മുടിയിലൊക്കെ പെട്ടെന്ന് നരച്ച മുടിയിലേക്ക് പിടിച്ച് നല്ലൊരു ഡാർക്ക് കളർ കാണാനും നമുക്ക് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലപോലെ വറുത്തതിന് ശേഷം മിക്സിയുടെ ജാറയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. സ്കിപ്പായി പോയതാണ് കേട്ടോ. അത് പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾ കടുകെണ്ണ ഉണ്ടെങ്കിൽ എടുത്തോളൂ, അല്ലെങ്കിൽ ആവണക്കെണ്ണ, അല്ലെങ്കിൽ നമ്മുടെ ഒലിവ് ഓയിൽ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ. ഇതൊന്നും ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യം പൊടിച്ച് വെച്ചിരുന്ന കാണിച്ചില്ലല്ലോ, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല രീതിയിൽ തന്നെ ഞാൻ ഇവിടെ കുറച്ച് പൊടി പൊടിച്ച് വെച്ചിട്ട് കണ്ട, ഇതാണ് ഞാൻ പൊടിച്ച് വെച്ചിരുന്നത്. ഈ പൊടി ഞാൻ നേരത്തെ കുറച്ചേറെ പൊടിച്ച് വെച്ചിരുന്നതാണ്. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ അത് വറുത്ത് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ അതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ ഈ ഒരു കളർ കണ്ടില്ല, ഈ ഒരു കളർ നമ്മുടെ മുടിയിൽ പിടിക്കുന്ന ഉറപ്പാണ് കേട്ടോ. ഇത് അലർജി കാര്യങ്ങളൊന്നും എനിക്കില്ലെങ്കിൽ അലർജി ഉണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തലയിലേക്ക് തേച്ചാൽ മതി. കാര്യം നമ്മുടെ കറിവേപ്പില, മഞ്ഞൾ, കരിഞ്ജീരകവും മാത്രമാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. യാതൊരു പ്രിസർവേറ്റീവ് കാര്യങ്ങളൊന്നും ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടൊന്നുമില്ല, നാച്ചുറലാണ്. ഇത് നമുക്ക് നരച്ചമുടി എവിടെയാണോ ഉള്ളത് അവിടെ എല്ലാം അപ്ലൈ ചെയ്ത്, ഇത് മുടി ഫുള്ള് തല ഫുള്ള് മുടിയിലെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണിത്. നല്ല റിസൾട്ടാണ്. പിന്നെ ചെറിയ ചെറിയ നരയൊക്കെ മാറാൻ വളരെ നല്ലതാണ്. അതുപോലെ മുടിക്കുള്ളിലൊക്കെ നല്ല നരയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. ഒറ്റ യൂസിൽ നമുക്ക് ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് നരച്ച മുടി വരുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ അലോവേര ജെല്ലാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് തലയിൽ തേച്ചാലും മതി. അപ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടിരുന്നത് പിടിച്ചിരിക്കും. എന്നിട്ട് 1 മണിക്കൂർ നിങ്ങൾക്ക് സമയമുള്ളതുപോലെ അനുസരിച്ച് കഴുകി കളഞ്ഞാൽ മാത്രം മതി. കഴുകി കളഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് കണ്ടു നോക്കും. നല്ലൊരു റിസൾട്ട് എൻ്റെ മുടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് സിമ്പിളായിട്ടൊരു ടിപ്പാണ്. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കും ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികൾ, മുതിർന്നവർ, കാര്യങ്ങൾ എല്ലാ ആൾക്കാർക്കും ഇതുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.